ഓക്കെ, ഹലോ എവരിവൺ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലോക്ക് 5 നോക്കാം. എമേർജിങ് ഇഷ്യൂസ് ഇൻ ഫിനാൻസ്. ഫിനാൻസിൻ്റെ ഒരു ലേറ്റസ്റ്റ് വെർഷൻ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്ന സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്തുള്ള 2 യൂണിറ്റ്, ബിഹേവിയറൽ ഫിനാൻസും ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ്ങും. ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുന്നത് വളരെ റീസെൻ്റായിട്ടൊരു ഇമ്പോർട്ടൻസ് നേടി വരുന്ന സാധനമാണ്. ഫിനാൻസിൻ്റെ ഒരു സബ് പാർട്ടാണ്, ഒരു സബ് ഡിസിപ്ലിനാണ്. എന്തൊക്കെയെന്നറിയാവോ? സൈക്കോളജിയും ഫിനാൻസും കൂടെ ചേർന്ന് വരുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്, ബിഹേവിയറൽ ഫിനാൻസ്. അപ്പോൾ ആൾക്കാരുടെ മനസ്സിലുണ്ടാകുന്ന പല തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ അവരുടെ ചിന്തയിലെ ചില പ്രശ്നങ്ങൾ, ഡിസിഷൻ മേക്കിംഗ് പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാതെ പോയത് കൊണ്ട് ഫിനാൻഷ്യൽ ഡിസിഷൻ്റെ അകത്ത് അവരെന്തൊക്കെ തെറ്റ് വരുത്തുന്നു, അവരെങ്ങനെയൊക്കെ പെരുമാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനം പറയുന്നത്, നമ്മുടെ പിള്ളേരുടെ പേര് എന്തായിരുന്നു, ഡാനിയൽ കെയ്ൻമാൻ എന്ന് പറയും. ഡാനിയൽ കെയ്ൻമാനും അമോസ് ട്രോസ്കി, രണ്ട് നല്ല പേര്. അപ്പോൾ ഡാനിയൽ കെയ്ൻമാൻ, അമോസ് ട്രോസ്കി എന്നുള്ള 2 പേര് ഒരു സ്റ്റഡി നടത്തിയത്, അവർക്ക് നോബൽ സമ്മാനം കിട്ടിയതാണ്. അവർ ബുക്ക് എഴുതിയിട്ടുണ്ട്, തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ പെൻസിൽ കടി കിട്ടിയ ഒരു പെൻസിലിൻ്റെ പടമുള്ളൊരു ബുക്ക്. അപ്പോൾ ഈ ബുക്ക് അവർ നടത്തിയത് എന്താണെന്നറിയോ? അവർ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കാൻ മനുഷ്യൻ ശ്രമിക്കുമ്പോൾ പുള്ളി അറിയാതെ തന്നെ വരുത്തിപ്പോകുന്ന തെറ്റുകളെക്കുറിച്ചാണ് അവർ നടത്തിയ പഠനം. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത്. നമ്മൾ പല ഫിനാൻഷ്യൽ തീരുമാനങ്ങൾ എടുക്കും. ഇപ്പോൾ ഇന്ന സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, ഇന്ന സ്ഥലത്ത് എൻ്റെ പൈസ എടുത്ത് വയ്ക്കണം, ഞാൻ ഇത്ര രൂപ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് പല തീരുമാനങ്ങൾ നമ്മൾ എടുക്കും. പക്ഷേ ആ തീരുമാനങ്ങളുടെ അകത്ത് നമ്മൾ 100% നമ്മൾ റാഷണൽ ആവത്തില്ല. റാഷണൽ മീൻസ് റീസണബിൾ ആവത്തില്ല. പലപ്പോഴും നമ്മുടെ തോന്നലുകളുടെ പിന്നാലെ നമ്മൾ പോകും. അങ്ങനെ തോന്നലുകളുടെ പിന്നാലെ പോയി നമ്മൾ വരുത്തി വയ്ക്കുന്ന തെറ്റിനെ കുറിച്ചാണ് എന്ത് പറയുന്നത്, ബിഹേവിയറൽ ഫിനാൻസ് പറയുന്നത്. ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ് പറയുന്നത് എന്താണ്, നമുക്ക് എല്ലാ ബിസിനസ്സിനും എന്ത് കാണും, ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചർ കാണും. ഞാൻ നേരത്തെ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ, ഇത്ര ശതമാനം നമ്മൾ ഓണേഴ്സ് ഫണ്ട്, ഇത്ര നമ്മൾ ഡെപ്റ്റേഴ്സ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ട്രക്ചർ കാണും. ഇതിനെ നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് പല രീതിയിൽ മാറ്റാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മാറ്റുന്നത്, എന്തൊക്കെ രീതിയിലാണ് മാറ്റുന്നത്, ചുമ്മാ അങ്ങ് മാറ്റാൻ പറ്റത്തില്ല. അപ്പം ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി വിചാരിക്കുക, അതായത് പബ്ലിക്കിൽ എന്ത് ചെയ്യുന്നത്, പൊതുജനത്തിൻ്റെ ഷെയർ വിറ്റിട്ട് പൊതുജനത്തിൻ്റെ ഷെയർ വിറ്റ് ഫണ്ട് കളക്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി വിചാരിക്കും. ആ കമ്പനിക്ക് എന്തുണ്ട്, പൊതുജനത്തിനോട് ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്ക് ചുമ്മാ പെട്ടെന്നൊരു ദിവസം രാവിലെ വന്നിട്ട് നമ്മൾ സ്ട്രക്ചർ മാറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് വേണം, അതിൻ്റേതായ നടപടിക്രമങ്ങളുണ്ട്, നിയമപരമായിട്ട് അതിന് കുറേ ബാക്കിംഗ് ഉണ്ട്. ഇതെല്ലാം ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ 2 ബ്ലോക്കിലുമായിട്ട്, മീൻസ് 2 യൂണിറ്റിലായിട്ട് ഈ ബ്ലോക്കിൻ്റെ അകത്ത് നോക്കുന്നത്. ആസ് യൂഷ്വൽ നമുക്ക് എങ്ങും പോകാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് പൊതുവെ ചോദിക്കുന്നതെന്ന് നോക്കാം. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. ഓൾസോ ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ബ്ലോക്ക് 5 നിന്ന് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബിഹേവിയറൽ ഫിനാൻസ്, ഡിസ്കസ് എനി 5 ബയാസസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഓഫ് ആൻ ഇൻവെസ്റ്റർ. ഏതെങ്കിലും 5 ബയാസസ് പറയാനാണ്. ഈ പറഞ്ഞ തെറ്റുകളാണ്, നമുക്ക് അറിഞ്ഞോ അറിയാതെ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ വരുത്തിയിരിക്കുന്ന തെറ്റുകളാണ് എന്തെന്ന് വിളിക്കുന്നത്, ബയാസസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും 5 ബയാസസ് പറയാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ബയാസസും ഒന്ന് ഓടിച്ച് നോക്കാം. എന്താണ് ബിഹേവിയറൽ ഫിനാൻസ്? വേറൊന്നുമല്ല, നമുക്ക് നോക്കാം, ടെക്സ്റ്റിൻ്റെ തന്നെ നോക്കാം. ഓക്കെ, ഇന്ന് നോക്കിയാൽ ടെക്സ്റ്റ് പറയുന്നത് സ്റ്റഡി ഓഫ് ഇൻവെസ്റ്റർ സൈക്കോളജി വെൻ മേക്കിംഗ് ഫിനാൻഷ്യൽ ഡിസിഷൻ. അപ്പോൾ ഫിനാൻഷ്യൽ ഡിസിഷൻസിനോട് ഇവർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്, ബിഹേവിയറൽ ഫിനാൻസ്. ഇതെന്താ ഫോക്കസ് ഓൺ എക്സ്പ്ലെയിനിങ് വൈ ഇൻവെസ്റ്റേഴ്സ് ഓഫൺ അപ്പിയർ ടു ലാക്ക് സെൽഫ് കോൺഫിഡൻസ്, ആക്ട് അഗെയിൻസ്റ്റ് ദിയർ ഓൺ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ പേഴ്സണൽ ബയാസസ്. അവരെ പേഴ്സണലി അവരെ അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളുടെ പിന്നാലെ പോയി ന്യായപരമായിട്ടൊരു തീരുമാനം അവർ എടുക്കുന്നില്ല, എന്തുകൊണ്ടെന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കാം, ചോദിച്ചേക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ബയാസസ് ഏതൊക്കെയാണ് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് പറയുകയാണ്. ട്രഡീഷണൽ ഫിനാൻസും ബിഹേവിയറൽ ഫിനാൻസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അതായത് ഈ ട്രഡീഷണൽ ഫിനാൻസ് എന്തുകൊണ്ട്, ഈ പറഞ്ഞ പോലെ നമ്മളെ സാധാരണ ഒരു അപ്രോച്ചാണ്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ കെയ്ൻമാൻ ആൻഡ് ടവസ്കി, അവർ പറഞ്ഞ തിയറീസ് അനുസരിച്ചാണ് ബിഹേവിയറൽ ഫിനാൻസ് പോകുന്നതെങ്കിൽ ട്രഡീഷണൽ ഫിനാൻസ് പണ്ട് പലരും പറഞ്ഞു, മോഡിഗലാനി മില്ലർ, ഇവിടെ പോർട്ട്ഫോളിയോ തിയറി, ഷാർപ്പിൻ്റെ CAPM തിയറി, അങ്ങനെ പല മുമ്പുള്ള ആൾക്കാരുടെ പേരൊക്കെ ഓർമ്മിച്ച് നല്ലത്, അവരുടെ തിയറി അനുസരിച്ചാണ് പോകുന്നതെങ്കിൽ ബിഹേവിയറൽ ഫിനാൻസ് കെയ്ൻമാൻ ആൻഡ് ടവസ്കിയുടെ ഡിസിഷൻ മേക്കിംഗ് തിയറി അനുസരിച്ചാണ് പോകുന്നത്. ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് പോകുമ്പോൾ ബിഹേവിയറൽ ഫിനാൻസ് സൈക്കോളജിയിലാണ് പറയുന്നത്. അപ്പോൾ ഈ മാർക്കറ്റ് ഉയരുന്നതും താഴുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ കമ്പനിയുടെ വാല്യൂ കൂടുന്നുണ്ടും കുറയുന്നുണ്ടെന്നൊക്കെയാണ് എവിടുത്തെ ഒരു അപ്രോച്ച്. ട്രഡീഷണൽ ആയിട്ടുള്ള ഫിനാൻസ് പറയുന്നത്. പക്ഷേ ബിഹേവിയറൽ ഫിനാൻസ് എന്താ പറയുന്നത്, ബിഹേവിയറൽ ഫിനാൻസ് പറയുന്നത്
അവിടെ ആൾക്കാരുടെ ചിന്താഗതി, അവർ ചിന്തിക്കലുണ്ടാക്കുന്ന തെറ്റുകൾ, അവരുടെ തെറ്റായ തീരുമാനങ്ങൾ, അങ്ങനെ പലതുമാണ് മാർക്കറ്റിലെ മൂവ്മെൻറ്റിന് കാരണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ സാധനമാണ് ഇവിടെ. എന്താണ് ഇവിടെ എല്ലാം അവർക്ക് റീസണബിൾ ആണ്. ഇവിടെ അസംപ്ഷൻ അനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം റാഷണലാണ്, അവർക്ക് പക്കയായിട്ട് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, അതിനെ അവർ മാക്സിമം അനലൈസ് ചെയ്താണ് തീരുമാനം എടുക്കുന്നതെന്നൊക്കെ ഉണ്ട്. എന്നാൽ നേരെ മറിച്ച് ബിഹേവിയറൽ ഫിനാൻസ് പറയുന്നത് എന്താ, നമുക്ക് ഒരു പരിമിതിയുണ്ട്, പ്രോപ്പറായിട്ട് ചിന്തിക്കുന്നതിന് മനുഷ്യനൊരു പരിമിതിയുണ്ട്. അതാണ് പലപ്പോഴും നമ്മളെ തീരുമാനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിൽ പറ്റുന്ന തെറ്റുകളും വേറെ പലര് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുമ്പോഴാണ് അവിടെ ലാഭം ഉണ്ടാകുന്നത്. അങ്ങനെയൊക്കെയാണ് ബിഹേവിയറൽ ഫിനാൻസ് പറയുന്നത്. അടിസ്ഥാനം അതാണ്. സൈക്കോളജിയാണ് ഇവിടെ ഫിനാൻസ് മാർക്കറ്റിനെ കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പോൾ ഇവർ പറയുന്ന പ്രോപ്പർ ഫാക്റ്റുകളാണ്. ഈ പറഞ്ഞ പോലെ അവരെടുക്കുന്ന ശരിയായ തീരുമാനങ്ങളും അതിലേക്ക് അവരെ നയിക്കുന്ന ന്യൂമറിക്കൽ ഫാക്റ്റുകളാണ് ഇവിടെ കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത്. ഇവിടെ ബിഹേവിയറൽ ഫിനാൻസ് പറയുന്നത് അവരൊക്കെ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകളാണ് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, വേറെ ഒന്നിനെ അധികം ഇത് കൊടുക്കുന്നില്ല, ഡയറക്റ്റ് നമുക്ക് ഇത് തന്നെ നോക്കാം. ഏറ്റവും ആദ്യം പറയുന്നു റെപ്രസെൻറ്റേറ്റീവ് ബയാസ്. ഓക്കെ, ബയാസുകളാണ് ഈ പറയുന്നത്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും 5 എഴുതാനാണ് ഇവിടെ ചോദിച്ചിരുന്നത്. ഏറ്റവും ആദ്യം റെപ്രസെൻറ്റേറ്റീവ് ബയാസ് പറയുന്നുണ്ട്. റെപ്രസെൻറ്റേറ്റീവ് ബയാസ് എന്താണെന്നറിയോ? നമ്മൾ തെറ്റായ ഒരു കാര്യത്തിനെ റെപ്രസെൻറ്റേറ്റീവായിട്ട് കാണുക എന്നുള്ളതാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ടാറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയറും സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഷെയറും മാർക്കറ്റിൽ ഇപ്പോഴുണ്ടെന്ന് വിചാരിക്കാം. അത് 2021 നടന്നൊരു സാധനമാണ്. 2021-23 നടന്നു. 2023 വിചാരിക്കാം. ഓക്കെ, 2023 നിങ്ങൾ തന്നെ ചോദിക്കുകയാണ്, ടാറ്റയുടെ ഷെയർ വേണോ സ്വിറ്റ്സർലാൻഡിൻ്റെ ഷെയർ വേണോ നിങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യും? കണ്ണും പൂട്ടി ടാറ്റ എടുക്കും. കാര്യം എന്തുകൊണ്ടാണ്? ടാറ്റയെക്കുറിച്ച് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം. അവർ രത്തൻ ടാറ്റ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ, അല്ലെങ്കിൽ ആ ടാറ്റ കമ്പനിയുടെ ആ ഒരു മാർക്കറ്റ് ഗ്രോത്ത്, അങ്ങനെ എന്തൊക്കെയോ ഇമേജസ് നിങ്ങളുടെ മുമ്പിൽ ടാറ്റയെക്കുറിച്ചുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തേ പ്രിഫർ ചെയ്യത്തുള്ളൂ? ഇത് സാധാരണക്കാരന് ഒറ്റ നോട്ടത്തിൽ ടാറ്റയെ പ്രിഫർ ചെയ്യത്തുള്ളൂ. പക്ഷേ 2023 സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന കമ്പനി പെർഫോം ചെയ്ത പോലെ മാർക്കറ്റിൽ മറ്റൊരുത്ത കമ്പനി പെർഫോം ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഷെയറിൻ്റെ പെർഫോമൻസ് നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾ ഏതേ പറയത്തുള്ളൂ? സ്വിറ്റ്സർലാൻഡ് എടുക്കണമെന്ന് പറയത്തുള്ളൂ. നിങ്ങൾ ഷെയർ വാങ്ങുമ്പോൾ ഏത് ഷെയർ വേണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ആ തീരുമാനം എടുക്കാൻ റെപ്രസെൻറ്റേറ്റീവായിട്ട് എന്താ എടുത്തേ? ഈ ടാറ്റയുടെ മുൻകാല ചരിത്രം എടുത്തേ. മുൻകാല ചരിത്രം നോക്കി എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം മാർക്കറ്റ് നല്ലത് പെർഫോം ചെയ്ത് നോക്കിയാലേ എടുക്കേണ്ടേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? ആ പറഞ്ഞ കാര്യം അവിടെ നോക്കണം എന്നില്ല. അപ്പം നിങ്ങളെ മുൻപിൽ ആ ഒരു തീരുമാനം എടുക്കാൻ തെറ്റിച്ചത് എന്താണ്? നിങ്ങൾ തെറ്റായ കാര്യത്തിന് റെപ്രസെൻറ്റേറ്റീവ് എടുത്തു. ടാറ്റയ്ക്കുള്ള ചരിത്രമല്ല അവിടെ നോക്കേണ്ടേ. ഇപ്പം മാർക്കറ്റിൽ എന്താണ് നല്ലപോലെ പെർഫോം ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏതേ പോകത്തുള്ളൂ? സ്വിറ്റ്സർലാൻഡിലേക്ക് പോകത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇതിനെയാണ് റെപ്രസെൻറ്റേറ്റീവ് ബയാസ് എന്ന് പറയുന്നത്. ഇതിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു സാധനമാണ് ആങ്കറിങ് ബയാസ് എന്ന് പറയുന്നത്. എന്തിനെ നിങ്ങളുടെ മുമ്പിൽ ആദ്യം കൊണ്ടുവയ്ക്കുന്നോ അതിലേക്ക് നിങ്ങളുടെ കണ്ണൊന്ന് ഒളുക്കും. ഓക്കെ, ഇതൊരു തെറ്റിദ്ധാരണ. ഇത് നമ്മുടെ മാർക്കറ്റിങ്ങിനകത്ത് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നൊരു സാധനമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു സാധനത്തിന് 500 രൂപ വില ഇട്ടിട്ട് അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിന് എത്ര ഇടും? 299 രൂപ ഇടും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ യഥാർത്ഥ വില 300 രൂപ തന്നെ ആയിരിക്കത്തില്ലേ? 299 തന്നെ ആയിരിക്കത്തില്ലേ? പിന്നെ അവരെന്തിനാണ് ഈ 500 ഒന്ന് കട്ട് ചെയ്തിടുന്നത്? നിങ്ങളുടെ കണ്ണ് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. അവർ ആദ്യം നിങ്ങൾ എന്ത് കാണുന്നോ അതിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആങ്കർ ചെയ്യപ്പെടും. ആങ്കർ എന്ന് വെച്ചാൽ അറിയാലോ, നമ്മുടെ നങ്കൂരം എന്ന് പറയും അല്ലേ? നങ്കൂരം എന്നല്ലേ പറയുന്നത്? കപ്പൽ നങ്കൂരം കിട്ടും, ആ സാധനം. അപ്പോൾ 500 രൂപ എഴുതി കട്ട് ചെയ്തിരിക്കുന്നതിലായിരിക്കും നിങ്ങളുടെ കണ്ണ് കൊളുത്തുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും? 500 രൂപയുടെ സാധനം എനിക്ക് 300 രൂപയ്ക്ക് തരുന്നു എന്ന് പറയാം. അവിടെ നിങ്ങൾ 200 രൂപയുടെ ലാഭം ഒരു ആവശ്യമില്ലാതെ കാണുന്നു എന്നുള്ളതാണ്. ഈ സാധനമാണ് മാർക്കറ്റിംഗുകാരെല്ലാം ഉപയോഗിക്കുന്നത് അല്ലേ? ഇതേ പരിപാടി എവിടെയും സംഭവിക്കാം, സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിക്കാം. നിങ്ങൾ ഏറ്റവും ആദ്യം ഒരു വളരെ ലാഭകരമായ ഒരു സ്റ്റോക്ക് കണ്ടു വിചാരിക്കുക. തൊട്ട് താഴോട്ടുള്ളതിന് നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. നിങ്ങൾ ചന്തയിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൻ്റെ ഏറ്റവും ആദ്യം ഇരിക്കുന്ന, അല്ലെങ്കിൽ മീൻ വിൽക്കാതിരിക്കുന്നതാണെങ്കിൽ ആദ്യം ഇരിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട്, ആദ്യം ഇരിക്കുന്ന പൊസിഷന് വേണ്ടി പലരും അടി ഉണ്ടാക്കാറുണ്ട്. എന്താണെന്നറിയോ? ആദ്യം ഇരിക്കുന്ന ആൾ കൊടുത്തത് നല്ലതാണെന്ന് ബാക്കി അങ്ങോട്ടിരിക്കുന്ന എത്ര നല്ല ഓപ്ഷൻസ് ആയിരുന്നാലും നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ആദ്യം ഇരിക്കുന്ന ആക്കാം. ഇതാണ് ആങ്കറിങ് എഫക്റ്റ് എന്ന് പറയുന്നത്, ആങ്കറിങ് ബയാസ് എന്ന് പറയുന്നത്. പിന്നെ ഓവർ കോൺഫിഡൻസ്, പേര് പറയുന്ന പോലെ തന്നെ ചിലതിൽ നമുക്ക് നമ്മുടേതായ ശരികളുണ്ട്, അതാണ് ശരിയെന്നും പറഞ്ഞിട്ട് നമ്മൾ പോകുന്ന ഒരവസ്ഥയാണ് ഓവർ കോൺഫിഡൻസ് ബയാസ്. ലോസ് അവേഴ്ഷൻ, റിഗ്രറ്റ് അവേഴ്ഷൻ, ഇത് രണ്ടും ഒരേ പാത്തിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ലോസ് അവേഴ്ഷൻ എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണ്. നമുക്ക് ഇത് തിയറി പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ 100 രൂപ കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷത്തിനേക്കാൾ എത്രയോ വലിയ എഫേർട്ടാണ്, അല്ലെങ്കിൽ വലിയൊരു എഫക്റ്റാണ് എന്തുണ്ടാക്കുന്നത്? 100 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്നത്.
അപ്പോൾ ലോസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓവർ വാല്യൂ ചെയ്യുന്നൊരവസ്ഥയുണ്ട്. നമ്മൾ ലാഭം ഉണ്ടാക്കുന്നതിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കുന്ന എന്തിലാണ്, നഷ്ടം ഒഴിവാക്കാനാണ്. അത് പലപ്പോഴും നമ്മൾ തെറ്റിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. റിസ്ക് എടുക്കാനുള്ള മനസ്സ് നഷ്ടപ്പെടുന്നത് ഈ ലോസ് അവേർഷൻ എന്ന് പറയുന്നൊരു മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടാണ്. നമുക്ക് എന്ത് വയ്യ, നഷ്ടം ഒട്ടും സഹിക്കാൻ വയ്യ, എങ്ങനെയെങ്കിലും നഷ്ടം ഒഴിവാക്കണം എന്നുള്ള ചിന്ത. ഇതേപോലെ വേറൊരു സാധനമാണ് ഈ റിഗ്രറ്റ് അവേർഷൻ എന്ന് പറയുന്നത്. റിഗ്രറ്റ് അവേർഷൻ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് പിന്നീട് കുറ്റബോധം തോന്നാൻ പാടില്ല. നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ, ഇപ്പോൾ എടുക്കുന്ന തീരുമാനം കാരണം എനിക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പിന്നീടൊരു കുറ്റബോധം തോന്നാൻ പാടില്ല. ആ ഒരു ചിന്ത നമ്മളെ പലപ്പോഴും നമുക്ക് ശരിയെന്നറിയാവുന്ന തീരുമാനങ്ങൾ പോലും എടുക്കാൻ സഹായിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ കാര്യം, ടാറ്റയുടെയും സ്വിറ്റ്സർലൻഡിൻ്റെയും കാര്യം, അവിടെ ഒരു കമ്പാരിസൺ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി സ്വിറ്റ്സർലൻഡാണ് നല്ലതെന്ന് മനസ്സിലായി. പക്ഷേ നിങ്ങൾ ആലോചിക്കും, അഥവാ ഞാൻ സ്വിറ്റ്സർലൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് നഷ്ടം ഉണ്ടായെന്നിരിക്കട്ടെ, പിന്നെ എനിക്ക് വല്ലാതെ കുറ്റബോധം തോന്നും. ടാറ്റയെ പോലെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു കമ്പനി ഫ്രണ്ടിൽ വന്ന് നിന്നിട്ടാണ് നീ അതിനെ പുച്ഛിച്ച് തള്ളിയത്, അതുകൊണ്ടല്ലേ നിനക്ക് ഈ അവസ്ഥ വന്നതെന്ന് നീ നിന്നോട് തന്നെ ചോദിക്കുമെന്ന് നിനക്ക് തോന്നും. മനസ്സിലായില്ല? അല്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കും, ഇവിടെ ടാറ്റയെ വേണ്ടാവുന്നതായിട്ട് നീ വേറെ ഇതിലോട്ട് പോയല്ലോടാ എന്നൊരു ചോദ്യം അവിടെ വരും. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരു ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിൽ പോലും, എന്താണ് ഈ സ്വിറ്റ്സർലൻഡ് നല്ലപോലെ മാർക്കറ്റ് പെർഫോമൻസ് എന്ന് മനസ്സിലായെങ്കിൽ പോലും ചിലരെന്ത് ചെയ്യും, ടാറ്റയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. അവിടെ അവരെന്താ ഒഴിവാക്കാൻ നോക്കുന്നത്, പിന്നീട് ഉണ്ടാവാൻ സാധ്യതയുള്ള റിഗ്രറ്റ് ഒഴിവാക്കാൻ നോക്കുകയാണ്. അതിനാണ് റിഗ്രറ്റ് അവേർഷൻ ബയാസ്. അപ്പോൾ റിഗ്രറ്റ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരുടെ ചിന്താഗതി അവരെന്ത് ചെയ്തു, തെറ്റായ തീരുമാനത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ആറാമത് പറയുന്നത് കൺഫർമേഷൻ ബയാസ് ആണ്. കൺഫർമേഷൻ ബയാസ് എന്താ പറയുന്നത്, നമുക്ക് ചില സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, ചെയ്ത കാര്യം ശരിയാണോ എന്ന് കൺഫേം വേണ്ടി ശ്രമിക്കും. പക്ഷേ നമുക്ക് എന്താണെന്നറിയോ, നമുക്കൊരു സ്ഥിരം പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, കൺഫേം ചെയ്യത്തുള്ളൂ. അല്ലാതെ എല്ലാ ഫാക്റ്റും നമ്മൾ എന്ത് ചെയ്യത്തില്ല, കൺഫർമേഷന് ചെക്ക് ചെയ്യാറില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വീട് വിട്ടിറങ്ങുമ്പോൾ നിങ്ങളുടെ അമ്മ എന്ത് ചെയ്യും, ഗ്യാസ് അണച്ചോ ജനലടച്ചോ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് സ്ഥിരം ചില പോയിന്റുകളുണ്ട്, അതവർ നോക്കും. പക്ഷേ എല്ലാം നോക്കണം, എല്ലാം കൺഫേം ചെയ്യണമെന്നുള്ള നിർബന്ധമില്ല. അപ്പോൾ അവർക്ക് ആ ബയാസ് വരുന്ന എന്താണ്, സ്ഥിരം നോക്കുന്ന ചില പോയിന്റുകൾ ഓക്കെ ആണെങ്കിൽ എല്ലാം ഓക്കെ ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ തീരുമാനം എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇതിന് മുമ്പ് കണ്ട പലയിടത്തും നമ്മൾ നോക്കിയത് ഇന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതൊക്കെ ഇവിടെ ഓക്കെ ആണെങ്കിൽ ആ ഒരു സ്റ്റോക്ക് ഓക്കെ ആയിരിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ, കൺഫർമേഷൻ ചെയ്യുന്ന രീതി ശരിയല്ലാത്തത് കൊണ്ടുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാറുണ്ട്. അതിനാണ് കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഹിൻസൈറ്റാണ്. ഹിൻസൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടെന്ന് വിചാരിക്കുകയും ആ കഴിവിനെ വല്ലാതങ്ങ് വലുതാക്കി കാണുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. പണ്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇൻ്റർനെറ്റ് നിലവിൽ വന്ന സമയത്ത് ഈ ഇൻ്റർനെറ്റ് പ്രൊവൈഡേഴ്സ് എന്ത് ചെയ്തു, അവരുടെ IPO ഇറക്കി അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർ വയ്ക്കാൻ തുടങ്ങി, ഇൻ്റർനെറ്റ് പ്രൊവൈഡേഴ്സ്. ഇപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ, ഈ വലിയ സ്റ്റോക്ക് അനലിസ്റ്റുകളൊക്കെ ആ സമയത്ത് പറഞ്ഞു, ഇപ്പോൾ വാങ്ങിച്ചു വെച്ചോ. എന്ത് വാങ്ങിച്ചു വയ്ക്കണം, ഇവരുടെ ഷെയർ വാങ്ങിച്ചു വെച്ചോ, ഭാവിയിൽ ഇൻ്റർനെറ്റിന് വലിയൊരു സ്കോപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ഇവരുടെ ഷെയറൊക്കെ കുത്തനെ കയറാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് വന്ന് ഈ അടിയും പിടിയും തള്ളും ഉണ്ടാക്കി എന്ത് ചെയ്തു, ഈ ഇൻ്റർനെറ്റ് പ്രൊവൈഡറുകളുടെ ഷെയർസ് വാങ്ങിച്ചു. പക്ഷേ എന്ത് സംഭവിച്ചു, വരും വർഷങ്ങളിൽ ഇവരുടെ ഷെയർസ് ഇടിഞ്ഞ് താഴേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടായി. വലിയൊരു നഷ്ടം, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു വലിയ നഷ്ടം എന്തുണ്ടായി, അന്നത്തെ ഷെയർ വാങ്ങിച്ചവർക്കുണ്ടായി എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനെയാണ് .com ബബിൾ എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. .com ബബിൾ എന്ന് കേട്ടിട്ടുണ്ടോ? .com ബബിൾ എന്ത് .com മീൻസ് ഇൻ്റർനെറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ്റർനെറ്റിൻ്റെ ഷെയർസ് ബബിൾ പൊട്ടും പോലെ പൊട്ടിപ്പോയി, വലുതായി വന്നിട്ട് ബബിൾ പൊട്ടും പോലെ പൊട്ടിപ്പോയി എന്നുള്ളതാണ്. അവിടെ എന്താ സംഭവിച്ചേ, ഇപ്പോൾ ഈ കഥ കേട്ട് വന്നപ്പോൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ, ഇൻ്റർനെറ്റ് അല്ലേ ഭാവി വളരുമ്പോൾ എന്തായാലും ഗ്രോത്ത് ഉണ്ടാവും. അങ്ങനെയല്ല, ഒരിക്കലും കമ്പനിയുടെ ഗ്രോത്ത് ഷെയറിൻ്റെ ഗ്രോത്തിലേക്ക് നയിക്കുമെന്ന് 100% ഒരിക്കലും പറയാൻ പറ്റത്തില്ല. മാർക്കറ്റ് നീങ്ങുന്നത് അതിൻ്റേതായ ഒരു പാറ്റേണിലാണ്, അതിൻ്റേതായ കാരണങ്ങൾ കൊണ്ടാണ്. സോ എന്ത് പറയാൻ പറ്റത്തില്ല, ഇന്ന കാര്യം സംഭവിച്ചാൽ ഇന്നത് അവിടെ വരുമോ നമുക്ക് ഒരിക്കലും 100% പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇപ്പം ഈ പറഞ്ഞു വന്ന കഥ പോലെ പലർക്കും എന്ത് ചെയ്യാം, എൻ്റെ പ്രൊഡിക്റ്റ് ചെയ്യാനുള്ള ഇന്ന കാര്യത്തിൽ എനിക്ക് നല്ലൊരു പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു അനാവശ്യ കോൺഫിഡൻസ് തോന്നാം. അതിനാണ് ഹിൻസൈറ്റ് എന്ന് പറയുന്നത്, തെറ്റായിട്ടുള്ള മുൻവിധികൾ. ഓക്കെ, അതും ഒരു ബയാസാണ്. അടുത്ത ഹേർഡിങ്, വളരെ കോമൺ ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ള സാധനമാണ് ഹേർഡിങ് എന്ന് പറഞ്ഞാൽ. ഹേർഡിങ് മെൻറ്റാലിറ്റി എന്ന് പറയും അല്ലേ, ഒരാളൊരു കാര്യം ചെയ്ത് അതിനെ ഫോളോ ചെയ്ത് നമ്മളും തെറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മുകേഷ് അംബാനി ഇന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കേട്ട് കഴിഞ്ഞാൽ മുന്നും പിന്നും നോക്കാതെ നമ്മൾ ഒരുപാട് പേര് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ആ ഒരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. മുകേഷ് അംബാനി കോടീശ്വരനാണ്, ചുമ്മാ അയാൾ ഒന്നും കാണാതെ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്. മുകേഷ് അംബാനി തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ വീട്ടിലെ ഒരാൾ ഇന്ന കാര്യങ്ങളാണ് പൊതുവേ ചെയ്തു പോകുന്നത്. ഇപ്പം ഇന്നലെ ഞാൻ ഒരു മീറ്റിംഗ് ചെന്നപ്പോൾ കേട്ടൊരു കാര്യമാണ്,
ഒരു വയസ്സായ ഒരാൾ ഒരു ഇൻവെസ്റ്റർ അവയർനെസ് പ്രോഗ്രാമിന് വന്നിരിക്കുകയാണ്. ഓക്കെ, പുള്ളി എന്തൊക്കെ പറഞ്ഞിട്ടും എന്താണ് ചിട്ടിയേക്കാൾ മികച്ചൊരു സാധനം ഇല്ല എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് അടിയുണ്ടാക്കാൻ കാര്യം എന്താ? പുള്ളിയുടെ പൂർവികർ അത് ചെയ്ത് ജീവിതത്തിൽ പല നേട്ടങ്ങളും നേടിയിട്ടുള്ളതുകൊണ്ട് അവിടെ നിന്ന് വെളിയിലേക്ക് വരുന്നില്ല. അപ്പോൾ ആ ഒരു പൂർവികർ പോയ പാതയിൽ തന്നെ ഞാനും പോകും എന്നുള്ള ചിന്താഗതിയാണ്. അതുപോലെയാണ് ഹേർഡിങ് മെൻറ്റാലിറ്റി. ഒരാൾ ചെയ്ത കാര്യം എനിക്കും ശരിയായി വരുമെന്ന് പറഞ്ഞ് അയാളുടെ പിന്നാലെ, അയാളുടെ മേലുള്ള വിശ്വാസം കൊണ്ട് അയാളുടെ തീരുമാനങ്ങളുടെ പിന്നാലെ പോകുന്നതാണ് ഹേർഡിങ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. അതും തെറ്റിലേക്ക് കൊണ്ടെത്തിക്കാം. അയാൾക്ക് എന്താ തെറ്റ് പറ്റിക്കൂടും? ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ അയാൾ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അതിനേക്കാൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള എത്രയോ സാധനങ്ങൾ വെളിയും കിടപ്പുണ്ടായിരിക്കാം. അതുകൊണ്ട് ഒരാൾ ചെയ്തത് നമുക്കെപ്പോഴും ശരിയായിരിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, 9ാമത്തെ പറയുന്നത് മെൻറ്റാലിറ്റി അക്കൗണ്ടിങ് ആണ്. മെൻറ്റാലിറ്റി അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാം? നമുക്ക് ചില സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുകയാണ്, എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഇത്ര രൂപ ഇതിന് വേണ്ടി മാറ്റി വയ്ക്കുന്നു, ഇത്ര രൂപ ഇതിന് വേണ്ടി മാറ്റി വയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കൃത്യം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, അങ്ങനെ ഇരിക്കുകയാണ്. ചിലർക്ക് എന്ത് കിട്ടുന്നത്? ഒരു ബോണസ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. ഈ ഒരു ശമ്പളക്കാരൻ്റെ കാര്യം പറയുന്നത്, അവൻ എന്ത് കിട്ടി? ബോണസ് കിട്ടി. അവൻ അത് എന്ത് ചെയ്യും? 1 രൂപ പോലും ബാക്കി വയ്ക്കാതെ, 1 രൂപ പോലും ബാക്കി വയ്ക്കാതെ എല്ലാം അടിച്ചു തീർക്കും. എന്തുകൊണ്ടാണ്? അവൻ്റെ മനസ്സിൽ ഈ പറഞ്ഞ ഓരോ കാര്യത്തിനും അവൻ്റെ ശമ്പളം വീഴ്ച വെച്ചിട്ടുണ്ട്. ഈ പൈസ അവൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബാക്കി വെക്കേണ്ട ആവശ്യമില്ല എന്ന് അവൻ ചിന്തിക്കും. അത് അവൻ്റെ മനസ്സിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ അക്കൗണ്ടിങ് ചെയ്യുന്നതിൻ്റെ കുഴപ്പം. അവൻ ഓരോന്നിനും എന്ത് ചെയ്തു? ഓരോ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് മനസ്സുകൊണ്ട്. അപ്പോൾ ഈ ബോണസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു അക്കൗണ്ടിൽ പെടാത്ത പൈസയാണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അതിനെ അടിച്ചു തീർക്കും. ഇതുപോലെ പലപ്പോഴും ഇൻവെസ്റ്റേഴ്സിന് പറ്റും. അത് നമ്മൾ സ്ഥിരം കേട്ടിട്ടുള്ളൊരു കഥ എവിടെയാണെന്ന് അറിയാം. ലോട്ടറി എടുക്കുന്നവരുടെ കഥ കേട്ടിട്ടുണ്ട്. അതായത് അപ്രതീക്ഷിതമായിട്ടൊരു 5000 രൂപയ്ക്ക് ലോട്ടറി അടിച്ചെന്ന് വിചാരിച്ചു. ഇവരെന്ത് ചെയ്യും? ഈ 5000 കൊണ്ടുപോയി പിന്നെ എന്ത് ചെയ്യും? പിന്നെയും കുറേ ലോട്ടറി എടുക്കും. 5000 രൂപയ്ക്ക് ലോട്ടറി എടുക്കും. ആദ്യം വെറും 100 രൂപയ്ക്ക് ലോട്ടറി എടുത്തിരുന്നവനാണ്. 5000 ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? പോയി ആ 5000 രൂപയ്ക്ക് ലോട്ടറി എടുക്കും. കാര്യം എന്താ? ഇനി ഞാൻ അധ്വാനിച്ച പൈസ അല്ലെങ്കിൽ ചുമ്മാ കിട്ടിയ പൈസയല്ലേ. എന്തുകൊണ്ട് അവൻ ആ പൈസയിൽ നിന്ന് ബാക്കി വെച്ചിട്ട് ഒരു പകുതി വെച്ചിട്ട് പകുതിക്ക് എടുത്തുകൂടാ? ആരും ചിന്തിക്കത്തില്ല. അവരെ ഉടനെ ഇപ്പോൾ 5000 രൂപയ്ക്കും എന്ത് ചെയ്യും? ലോട്ടറി എടുക്കുന്നവരുണ്ട്. അത് ഈ മെൻറ്റാലിറ്റി അക്കൗണ്ടിങ്ങിൻ്റെ കുഴപ്പമാണ്. അവരെന്ത് ചെയ്തു? അവരുടെ മനസ്സിൽ ഇന്ന പൈസ ഇന്ന സാധനത്തിന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഗണത്തിലും പെടാത്തതായതുകൊണ്ട് അവരുടെ ഈ സൂപ്പർ പ്രോഫിറ്റിന് അവരെന്ത് ചെയ്യും? അനാവശ്യമായിട്ട് ചിലവാക്കും, തെറ്റായ തീരുമാനങ്ങൾ എടുക്കും. ഓക്കെ, ഇത് മെൻറ്റാലിറ്റി അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ബയാസാണ്. ബയാസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാലോ? തീരുമാനങ്ങൾ വരുന്ന തെറ്റുകളാണ്. പിന്നെയുള്ളത് ഗാംബ്ലേഴ്സ് ഫാലസി. ഈ ഗാംബ്ലേഴ്സ് ഫാലസി എന്ന് പറയുന്നതും ഇവിടെ കിടക്കുന്ന എക്സ്പെരിമെൻ്റൽ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരേ സാധനമാണ് കേട്ടോ. അതായത് നമുക്ക് ഒരു സ്ഥലത്ത് ഒരു കാര്യം നടന്നു, നമുക്കൊരു പാറ്റേൺ ഉണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്താണ്, മാർക്കറ്റിന് ഒരു പാറ്റേൺ ഉണ്ടെന്ന് നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് ഒരു പാറ്റേൺ ഉണ്ടെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളെ പരീക്ഷ നടത്താൻ വിചാരിച്ചു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇതിന് പരീക്ഷ നടക്കാൻ പോകണമല്ലോ. ആദ്യത്തെ പരീക്ഷ എളുപ്പമായിരുന്നാൽ രണ്ടാമത്തെ പരീക്ഷ പാടായിരിക്കും എന്നൊരു ഒരു മിത്ത് നമ്മുടെ ഇടയിലുണ്ട്. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സാധനം നമ്മൾക്ക് എന്താ തോന്നുന്നത്? എപ്പോഴും എന്നോ ഒരിക്കൽ ആദ്യത്തെ പരീക്ഷ എളുപ്പമായിരുന്നപ്പോൾ രണ്ടാമത്തെ പരീക്ഷ പാടായിരുന്നു, ശരിയാണ് എന്നും പറഞ്ഞ് ജീവിതകാലം മുഴുവനും ആദ്യത്തെ പരീക്ഷ എളുപ്പം, രണ്ടാമത്തെ പാഠം, അടുത്ത എളുപ്പം, അടുത്ത പാഠം പറഞ്ഞ് പോകണോ നിർബന്ധമൊന്നുമില്ല. നമുക്ക് അങ്ങനെ തോന്നാം, തോന്നിക്കില്ല എന്ന് പറയുന്നില്ല, അങ്ങനെ തോന്നാം. പക്ഷേ ഈ പാറ്റേൺ, നമ്മൾ ഒരിക്കൽ ശരിയെന്ന് തോന്നിയ പാറ്റേൺ ജീവിതകാലം മുഴുവനും തുടർന്നു പോകും എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഈ പറഞ്ഞ രണ്ട് ഇടത്തും പറയുന്നത്. ഗാംബ്ലേഴ്സ് ഫാലസി എന്നാലും എക്സ്പെരിമെൻ്റലായിരുന്നാലും പറയുന്നത്. ഓക്കെ, പിന്നെ അത് മണി ഇല്യൂഷൻ. മണി ഇല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നോക്കാതെ പോകുന്നത്. അതായത് ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ വാങ്ങിച്ചു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാണ്? ഞാൻ ഒരു വർഷം കഴിഞ്ഞിട്ട് ആ 100 രൂപ തിരിച്ച് നിങ്ങളുടെ കയ്യിൽ തരാണ്. അപ്പം നിങ്ങൾ വിചാരിച്ചു 100 രൂപ വാങ്ങിച്ചുണ്ടെങ്കിൽ 100 രൂപ തിരിച്ചു തന്നു, ശരിയല്ലേ? ഒന്നാലോചിച്ച് നമുക്ക് എന്ത് തോന്നുന്നു? രണ്ടും 100 രൂപയുടെ നോട്ട് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല, അപ്പോൾ എനിക്ക് 100 രൂപ തിരിച്ച് കിട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് ഇന്ന് ഞാൻ നിങ്ങളുടെ 100 രൂപ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് 100 രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് അതേ സാധനം നിങ്ങൾക്ക് 100 രൂപയ്ക്ക് വാങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല. അവിടെ എന്ത് സംഭവിച്ചു? ഇൻഫ്ലേഷൻ വന്നു, വിലക്കയറ്റം വന്നു. അപ്പോൾ അന്ന് ഞാൻ വാങ്ങിച്ചപ്പോൾ 100 രൂപയ്ക്ക് ഉണ്ടായിരുന്ന വില എന്തില്ല, ഒരു വർഷം കഴിഞ്ഞ് ആ 100 രൂപയുടെ നോട്ടിനില്ല. അത്രയ്ക്ക് പർച്ചേസിങ് പവർ അതിനില്ലാതെയായി. മനസ്സിലായില്ലേ? അപ്പോൾ അത് എന്ത് ചെയ്യണം? അതിനെയും കൂടെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ എനിക്ക് തിരിച്ച് കിട്ടണം. നിങ്ങൾക്ക് ഞാൻ ആ 100 രൂപ തിരിച്ച് തരുമ്പോൾ മിനിമം ഒരു 110 തിരിച്ച് തരേണ്ടി വരും. കാര്യം അന്ന് 100 രൂപയ്ക്ക് വാങ്ങിച്ചിരുന്ന സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? 110 രൂപ വേണം. അപ്പം ഇലൂഷൻ എന്താണ്? രണ്ടും 100 രൂപയുടെ നോട്ട് തന്നെയാണെന്നുള്ളതാണ് ഇലൂഷൻ. ബട്ട് അതിൻ്റെ പർച്ചേസിങ് പവർ മാറി എന്നുള്ളതാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യത്തില്ല, പലപ്പോഴും പൈസയുടെ കാര്യത്തിൽ നോക്കാറില്ല. സമയം കടന്നു പോകുമ്പോൾ പണത്തിൻ്റെ മൂല്യം കുറയുന്നു എന്നുള്ളൊരു സാധനം, അല്ലെങ്കിൽ പണത്തിൻ്റെ പർച്ചേസിങ് പവർ കുറഞ്ഞിരിക്കുക എന്നുള്ള സാധനം പലപ്പോഴും തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയുന്നത്.
പിന്നെ ഫെമിലാരിറ്റി ബയാസ് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം എന്താണ്, നമ്മുടെ ടാറ്റയുടെയും സ്വിറ്റ്സർലൻഡിൻ്റെയും കഥ ആലോചിച്ച് നോക്കി. നമ്മൾ എന്തുകൊണ്ടാണ് ടാറ്റയ്ക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുത്തത്? നമുക്ക് ഫെമിലിയർ ആണെന്നുള്ളൊരൊറ്റ കാര്യം വച്ചിട്ടാണല്ലേ. അതാണ് ഫെമിലാരിറ്റി ബയാസ്. നമുക്ക് കംഫർട്ടബിൾ എന്താണ്, ഫെമിലിയർ ആയിട്ടുള്ള സാധനങ്ങളായിട്ട് പോകുന്നതാണ്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ തീരുമാനം എടുക്കുന്നതിൽ തെറ്റുകൾ വരാം. അതിനാണ് ഫെമിലാരിറ്റി ബയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 13 ബയാസസ് ഒന്ന് ഓർട്ടിച്ച് നോക്കുക. മിനിമം 5 അവർ ചോദിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ചോദ്യം പ്രതീക്ഷിക്കും. ഒരുപാട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് ബിഹേവിയറൽ ഫിനാൻസ് എന്നും ബയാസസ് എന്താണെന്നും ഒരുപാട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ഈസ് ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ്? ഡിസ്കസ് ബൈ ബാക്ക് ഓഫ് ഷെയർസ് ആസ് എ മെത്തേഡ് ഓഫ് ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ്. അത് രണ്ടാമത്തെ യൂണിറ്റാണ്. നമ്മൾ ആ ബ്ലോക്കിൽ അടുത്ത യൂണിറ്റാണ്. നമുക്ക് അതെന്താണെന്ന് നോക്കാം. നോക്കിയടാ, ഇവിടെ പറയുന്നുണ്ട്, ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ് ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ഓഫ് റീഓർഗനൈസിങ് ദ ഫിനാൻസ് ഓഫ് എ ബിസിനസ് യൂണിറ്റ്. ബിസിനസ്സിൻ്റെ അസറ്റുകളെയും ലയബിലിറ്റികളെയും എന്ത് ചെയ്യുന്നു? റീഓർഗനൈസ് ചെയ്യുന്നു. എങ്ങനെ റീഓർഗനൈസ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ കാര്യം എന്താണ്, നമുക്കവിടെ ഓണേഴ്സ് ഫണ്ട് വളരെ കുറച്ചും ഡെപ്റ്റ് ഫണ്ടും കൂടുതലായിരുന്ന സ്ഥലത്ത് നമ്മൾ തീരുമാനിക്കുകയാണ് ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാം, ഈക്വൽ ഓണേഴ്സ് ഫണ്ടും ഈക്വൽ ഡെപ്റ്റേഴ്സ് ഫണ്ടും മതി. അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതെന്താണ്, ഒരു തരം ഫിനാൻഷ്യൽ റീസ്ട്രക്ചറാണ്. അപ്പോൾ നമ്മളെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്താണ്, അതിനെ മാറ്റിമറിക്കുന്നതിനാണ്, അത് വേറെ രീതിയിലാക്കുന്നതാണ് ഫിനാൻഷ്യൽ റീസ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിലൊരുപാട് മെത്തേഡ്സ് പറയുന്നുണ്ട്. അതിലൊന്നാണ് ബൈ ബാക്ക് ഓഫ് ഷെയർസ്. ബൈ ബാക്ക് ഓഫ് ഷെയർസ് പേര് പറയുന്ന പോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞൊരു സംഭവമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ബിസിനസ്സിന് ഇത്ര ഓണേഴ്സ് ഫണ്ടേ ഉള്ളൂ, ഇത്രയും ഡെപ്റ്റ് ഫണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് തീരുമാനിച്ചു? ഇനി തൊട്ട് നമുക്ക് എന്ത് മതി? ഓണേഴ്സ് ഫണ്ട് നേരെ പകുതി, ഡെപ്റ്റ് ഫണ്ട് നേരെ പകുതി മതി എന്ന് തീരുമാനിക്കുക. അപ്പോൾ ഓണേഴ്സ് ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മൾ പബ്ലിക്കിൻ്റെ അടുത്ത് ഷെയർ വിറ്റ് അവരുടെ നിന്ന് കളക്ട് ചെയ്ത ഫണ്ടാണ്. അപ്പോൾ അതിനിപ്പോൾ എത്രയേ ഉള്ളൂ? ഓക്കെ, നേരെ തിരിച്ചാണ് കേട്ടോ. ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല, എന്നാലും നമുക്ക് മനസ്സിലാകത്തില്ല. ഓക്കെ, ഇതിനെ നമ്മൾ നേരെ തിരിച്ചാക്കാൻ പോവാണ്. എന്താണ്, ഡെപ്റ്റ് ഫണ്ട് വളരെ കുറവും ഓണേഴ്സ് ഫണ്ട് അല്ല, ഇപ്പം ഇങ്ങനെയാണ് ഉള്ളതെന്ന് വിചാരിക്കുക. ഡെപ്റ്റ് ഫണ്ട് വളരെ കുറവാണ്, ഓണേഴ്സ് ഫണ്ട് വളരെ കൂടുതലായി. നമുക്കിതിനെ എന്ത് ചെയ്യണം? തിരിച്ചാക്കണം. ഓണേഴ്സിൻ്റെ ഫണ്ട് അധികം വേണ്ട, വളരെ കുറച്ച് മതി എന്നാക്കണം. എന്ത് ചെയ്യണം? ഇവരുടെ കയ്യിൽ എങ്ങനെയാണ് ഇപ്പോൾ ഓണേഴ്സിൻ്റെ ഫണ്ട് ഇത്രയും കൂടി നിൽക്കുന്നത്? ഇത് ഓരോരുത്തരും ഷെയർസ് അവരുടെ കൈവശം വച്ചിരിക്കുന്നുണ്ടാണ്. അപ്പോൾ പബ്ലിക്കിൻ്റെ ഷെയർ കൊടുത്തുകൊണ്ടാണ് ഇത്രയും ഫണ്ട് അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടി വന്നതും അവർക്ക് ഓണർഷിപ്പ് പോയതും. നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പറഞ്ഞ ഷെയർസ് തിരിച്ച് വാങ്ങും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ 100 രൂപയാണ്. കമ്പനി എന്ത് ചെയ്യണം? 110 രൂപ തരാം. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഷെയർസ് തിരിച്ച് കമ്പനിക്ക് വെക്കുക എന്ന് പറഞ്ഞിട്ട്, വളരെ എളുപ്പമൊന്നുമല്ല, ഒരുപാട് പരിപാടികൾ അതിൻ്റെ പിന്നിലുണ്ട്. സെബിയുടെ അപ്രൂവൽ വാങ്ങണം, അത് കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് നടത്തണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രൊസീജിയർ അതിൻ്റെ പിന്നിലുണ്ട്. ഒക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു പരസ്യം കൊടുക്കും. ആൾക്കാർ എന്ത് ചെയ്യും? കുറേ ആൾക്കാർ തിരിച്ച് തരാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാവോ? ഈ ഓണേഴ്സ് ഫണ്ട് തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് വരും. പബ്ലിക്കിൻ്റെ ഇരിക്കുന്ന ഓണർഷിപ്പ് തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് വരും. നമുക്ക് എന്ത് ചെയ്യാം? അതിനെ വിറ്റിട്ട് അല്ലെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് എന്താക്കാം? ഡെപ്റ്റാക്കി മാറ്റാം. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണ്? ഓണേഴ്സ് ഫണ്ട് കുറയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? പബ്ലിക്കിൻ്റെ അടുത്ത് നമുക്ക് ഉത്തരം പറയേണ്ട ബാധ്യത കുറയുന്നുണ്ട്. മനസ്സിലായില്ല? മറ്റേതാണെങ്കിൽ ഒരുപാട് പേരുടെ തീരുമാനമാണ് നമ്മളെ കമ്പനിയുടെ തീരുമാനം എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഓണേഴ്സ് കുറവാണെങ്കിൽ എന്തില്ല, ആ പ്രശ്നമില്ല. ഇപ്പോൾ ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്, നമ്മൾ വിറ്റ ഷെയർസിനെ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ്ങിൻ്റെ ഒരു മെത്തേഡാണ്. പിന്നെ കൺവേർഷൻ ഓഫ് ഡെപ്റ്റ് പ്രിഫറൻസ് ഷെയർസ് ഇൻ ഇക്വിറ്റി, നേരെ തിരിച്ച് ബൈ ബാക്ക് ഓഫ് ഷെയർസിൻ്റെ നേരെ തിരിച്ചാണ് പറയുന്നത്. നമ്മൾ ഓണേഴ്സ് ഫണ്ട് കൂട്ടുകയാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ കയ്യിൽ ചില ഡെപ്റ്റുകളുണ്ടായിരുന്നു. നമ്മൾ കുറേ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കടം കൊടുക്കുമ്പോൾ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കടം വാങ്ങിച്ചപ്പോൾ ആ പറഞ്ഞ് കൊടുത്ത രേഖയുണ്ടല്ലോ, അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാവും ഇത്ര കാലത്തിനകം നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ എന്തായി മാറും? നമ്മുടെ കടക്കാരല്ല, ബിസിനസ്സിൻ്റെ ഉടമസ്ഥരായി മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലോസ് അതിനകത്ത് വയ്ക്കും. നിങ്ങൾ പരസ്യമൊക്കെ കണ്ടിട്ടുള്ള ശ്രദ്ധിച്ചിട്ടുണ്ട്. NCDകൾ വിൽക്കുന്നു എന്ന് പറയാം അല്ലേ? നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആണ് NCD. അതെന്തല്ല, ഓണേഴ്സ് ഇക്വിറ്റി ഫണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഡിബഞ്ചേഴ്സാണ്. അപ്പോൾ അതിനർത്ഥം എന്താ? കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ചില ബിസിനസ്സുകൾ എന്ത് ചെയ്യും? കടപ്പത്രം കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനൊരു കണ്ടീഷൻ കൂടെ പറഞ്ഞിട്ടുണ്ടാവും. ഇത്ര വർഷത്തിന് ശേഷം നിങ്ങൾക്ക് എന്താക്കി മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ കയ്യിരിക്കുന്ന കടപ്പത്രങ്ങളെ ഇക്വിറ്റി ഫണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ. അതായത് ഇപ്പോൾ നിങ്ങൾ 100 രൂപ കടന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ മാർക്കറ്റ് വിലയിൽ 100ന് തുല്യമായ ഷെയർസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ റീസ്ട്രക്ചറിങ് നടക്കാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളെ ക്യാപിറ്റലിൻ്റെ അകത്ത് എന്ത് കുറയുന്നു? ഡെപ്റ്റ് കുറയുന്നു. എന്ത് കൂടുന്നു? ഇക്വിറ്റി കൂടുന്നു. ഓണേഴ്സ് ഫണ്ട് കൂടുന്നു. നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്.
പിന്നെ കോർപ്പറേറ്റ് ഡെപ്റ്റിൻ്റെ റീസ്ട്രക്ചറിങ് ഉണ്ട്. കോർപ്പറേറ്റ് ഡെപ്റ്റ് റീസ്ട്രക്ചറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പോലെ എന്താണ്, നമ്മുടെ കടങ്ങളെ, ചില കടങ്ങൾ നമുക്ക് വീട്ടാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അപ്പോൾ ആ കടങ്ങളൊന്ന് കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വഴി തേടി ഇറങ്ങും. ചിലരെന്ത് ക്രൗഡ് ഫണ്ടിങ്ങിനൊക്കെ പോകും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മീൻസ് ഇവർ കണ്ടെത്താം. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ലോൺ എന്താണ്, സെക്യൂരിറ്റൈസേഷൻ പോലുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് എന്താണ്, നമ്മുടെ ഡെറ്റ് കുറയ്ക്കുക. നമുക്ക് കടം വീട്ടാൻ ഇപ്പം നിലവിൽ വലിയ കഴിവില്ലെങ്കിൽ കൂടി നമുക്ക് തലയ്ക്ക് മീതെ വന്നിരിക്കുന്ന കടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഒന്ന് മാറ്റി വയ്ക്കും. അതാണ് കോർപ്പറേറ്റ് ഡെപ്റ്റ് റീസ്ട്രക്ചറിങ്. ലിവറേജ്ഡ് ബൈ ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, വേറൊരു കമ്പനിയെ വാങ്ങും. ഓക്കെ, വേറൊരു കമ്പനിയെ വാങ്ങും. എങ്ങനെയാണ് വാങ്ങുന്നത്? ലോൺ എടുത്തായിരിക്കും വാങ്ങുന്നത്. ഇപ്പം നമ്മുടെ ക്യാപിറ്റലിൻ്റെ അവരായിരിക്കും നമ്മുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചറിലേക്ക് ഒരു പുതിയ ലോൺ വന്നു. ആ ലോൺ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, നമ്മൾ ഒരു വിധത്തിലും ബാധിക്കത്തില്ല. നമ്മൾ എന്താണോ, ഏത് കമ്പനിയാണോ വാങ്ങുന്നത് ആ കമ്പനിയുടെ അസറ്റുകൾ തന്നെയായിരിക്കും ഈ ലോണിനുള്ള കൊളാട്രൽ എന്ന് പറയുന്നത്. നമ്മൾ അതിന് ഈട് വെച്ചിട്ടാണ് ഇവിടെ ലോൺ എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ജാഗ്വാർ എന്ന് പറയുന്ന കമ്പനിയെ ആര് വാങ്ങിച്ചു? ടാറ്റ വാങ്ങിച്ചു. ടാറ്റ എന്ത് ചെയ്യാണ്, പൈസ കൊടുക്കുന്നില്ല വേൾഡ് ബാങ്കിന്. വേൾഡ് ബാങ്ക് ലോണും തരത്തില്ല, ഞാൻ ഉദാഹരണം പറയുന്നതാണ്. വേൾഡ് ബാങ്കിൻ്റെ എന്ത് ചെയ്യുന്നു, ടാറ്റ ഒരു ലോൺ എടുത്ത് ജാഗ്വാർ വാങ്ങുന്നു. അതിന് ഈ വേൾഡ് ബാങ്കിന് കൊടുത്തേക്കുന്ന ഈട് എന്താണ്, ജാഗ്വാർ എന്ന കമ്പനി തന്നെയാണ്. അപ്പോൾ ടാറ്റയ്ക്ക് എന്താണ് ഗുണം, ഈ ഒരു കമ്പനി കിട്ടുകയും ചെയ്തു. എങ്ങാനും അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് ഇവർക്കൊന്നും നഷ്ടമില്ല. ഇവരുടെ കയ്യിൽ വരേണ്ടത് ജാഗ്വാർ എന്ന് പറഞ്ഞ കമ്പനി വേൾഡ് ബാങ്ക് കൊണ്ടുപോകുന്നുള്ളതേ ഉള്ളൂ. അതാണ് ലിവറേജ് ബൈ ഔട്ട് എന്ന് പറയുന്നത്. ഇക്വിറ്റി റീസ്ട്രക്ചർ, നമ്മൾ ഡെപ്റ്റ് പറഞ്ഞ പോലെ ഇക്വിറ്റിയുടെ നമ്മൾ റീസ്ട്രക്ചർ ചെയ്യുന്നു. ഡിവെസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പാർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വിഡ്രോ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞ ടാറ്റ ജാഗ്വാറിൻ്റെ പകുതി ഇവരെന്ത് ചെയ്യാണ്, വിൽക്കുകയാണ് വിചാരിച്ചോ. അപ്പോൾ എന്താണ്, അതിനാണ് ഡിവെസ്റ്റർ എന്ന് പറയുന്നത്. എന്നാൽ ജാഗ്വാർ മൊത്തത്തിൽ ടാറ്റ വിൽക്കാൻ തീരുമാനിച്ചാൽ അതെന്തായി മാറും, ഡിസ് ഇൻവെസ്റ്റ്മെൻറ്റായി മാറും. പിന്നെ ചേഞ്ചസ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ രണ്ടാമത് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും എന്താണ് ഒരു ഇതായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഒന്ന് ഓട്ടിച്ച് കാണിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ, ബൈബാക്ക് ഓഫ് ഷെയർസ്. ഇപ്പോൾ നമ്മൾ ഈ ബ്ലോക്കിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, ബൈബാക്ക് ഓഫ് ഷെയർസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ലീഗലി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനീസ് ആക്ടും സെബിയൊക്കെ എന്താ പറയുന്നത് എന്നുള്ളതാണ്. ഒന്ന് ഓടിച്ച് നോക്കുകയാണ്. അല്ലെങ്കിൽ ഇത് 100% കാണാതെ പഠിക്കാനൊന്നും നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. എനിക്കറിയത്തില്ല, കുത്തിയിരുന്നത് മാത്രം പഠിച്ചാൽ ഇത് വരുമെന്നുള്ള ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് കാണാതെ പഠിക്കണോ വേണ്ടെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നാലും ഒന്ന് ഓട്ടിച്ച് പറയാണ്. ഒരു കാര്യം, ഈ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് ഉണ്ട്. അതായത് നമ്മുടെ കമ്പനി തുടങ്ങുന്ന നേരത്ത് പുറം ലോകമായിട്ട് നമ്മളെ കമ്പനി എങ്ങനെയായിരിക്കും ഇടപെടുക എന്നുള്ളൊരു കാര്യം ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ്റെ അകത്താണ് പറയുന്നത്. അവിടെ എന്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവണം, ബൈബാക്ക് ഓഫ് ഷെയർസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവണം. ബൈബാക്ക് ഓഫ് ഷെയർസിന് നമ്മൾ എന്ത് ചെയ്യണം, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അതായത് ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട്, നമ്മൾ ഓണേഴ്സിൻ്റെ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട്, ഡയറക്ടേഴ്സിൻ്റെ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, ഈ ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നറിയാവോ, 2 തരം റെസൊല്യൂഷൻ പാസ്സാക്കാം. ഒന്ന് ജനറൽ റെസൊല്യൂഷൻ, ഒന്ന് സ്പെഷ്യൽ റെസൊല്യൂഷൻ. സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ആരൊക്കെയാണോ വന്നിട്ടുള്ളത് അതിൻ്റെ 3/4 ആൾക്കാരും സമ്മതിക്കണം ആ തീരുമാനം. നമുക്ക് ബൈബാക്ക് ചെയ്യാമെന്നുള്ള തീരുമാനം സമ്മതിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ തീരുമാനം നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ 20% കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, തിരിച്ചെടുക്കാൻ പാടില്ല. ബൈബാക്ക് അറ്റ് എ ടൈം എടുക്കാൻ പാടില്ല. ബൈബാക്കിന് മുമ്പ് നമ്മുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, അതായത് നമ്മൾ എത്ര കടമുണ്ടോ, അതായത് ഇപ്പോൾ എന്താ പറയുക, എനിക്ക് 100 രൂപയുടെ ഓണേഴ്സ് ഫണ്ട് എൻ്റെ ബിസിനസ്സിലുണ്ടെങ്കിൽ മാക്സിമം 200 രൂപയുടെ കടം എനിക്കുണ്ടാവും. അതിൽ കൂടുതലുള്ള കടം ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടാവണം. തിരിച്ച് വാങ്ങുന്നതെല്ലാം ഫുള്ളി പെയ്ഡ് എന്നൊരു കോൺസെപ്റ്റ് ഇപ്പോൾ അധികമില്ല. എന്നാലും പണ്ട് പാർഷ്യലി പേ ചെയ്ത് നമുക്ക് ഷെയർസ് ഉറപ്പിച്ചിടാൻ പറ്റുമായിരുന്നു. ആ ഒരു പരിപാടി വെച്ചാൽ പറയുന്നത്. ഓക്കെ, ഫുള്ളി പെയ്ഡ് ഷെയർസ് മാത്രമേ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഉള്ളത് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായതിൻ്റെ ഒരു നോട്ടീസ് എല്ലാ ഡയറക്ടേഴ്സിനും എത്തി. കമ്പനിക്ക് രജിസ്ട്രാറുണ്ട്, കമ്പനി രജിസ്ട്രാർ പുള്ളീനെ അറിയിച്ചിട്ടുണ്ടാവണം. പിന്നെ 6 മാസം കൂളിംഗ് പീരീഡ്, അങ്ങനെ കുറേ ലോ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. സെബി എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് 35% 2:1 പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊന്ന് മനസ്സിലുണ്ടാവണം. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ്റെ കാര്യമൊക്കെ തന്നെ പറയുന്നത്. ഒന്ന് ഓട്ടിച്ച് വായിച്ചിട്ട് ഒരു മിനിമം സാധനം മനസ്സിലുണ്ടാവട്ടെ. ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ, ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ബൈബാക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഈ റൂൾസ്
ഒരു തവണ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അപ്പം ഇതാണ് കോമൺലി ബ്ലോക്ക് 5 ചോദിക്കുന്ന സാധനം. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാം. ഓക്കെ, ഞാനതിന് വീഡിയോ ഇട്ടേക്കാം. ഇപ്പം തന്നെ ഞാൻ ഇത് ഒന്നും കൂടെ ചെയ്യുന്നതാണ്. മുമ്പ് ഇട്ടതൊരു കേൾക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഒന്നും കൂടെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്ത് എന്ത് ചെയ്യാം, ഞാൻ വീഡിയോ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.